പുസ്തകമാണ്. 3, ഇത് തമിഴ് ഭാഷയിലുള്ള സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പുസ്തകമാണ്. 4, ഇത് അറബി ഭാഷയിലുള്ള സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമാണ്. 5, ഇത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമാണ്. 6, ഇത് കന്നഡ ഭാഷയുള്ള സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമാണ്. 7, ഇത് അറബി മലയാളത്തിലുള്ള സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ഭാഷയുള്ള പുസ്തകമാണ്. ഒറ്റ ഭാഷയിലല്ല 7 ഭാഷയിൽ സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് പുസ്തകമുണ്ട്. ഇനി രാഷ്ട്രഭാഷയായ ഹിന്ദി ഭാഷയിൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിന് ശേഷം ഇൻഷാ അല്ലാഹ് ആ ഭാഷയിൽ കൂടി പുസ്തകം ഇറങ്ങാൻ പോവാണ്. അസൂയപ്പെടാൻ നിങ്ങളിൽ ഒരംശം പോലും ഒരു വസ്തുവില്ല എന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ നിങ്ങൾ പറഞ്ഞെന്താ ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമേ മദ്രസയുള്ളൂ എന്നോ? പിടിച്ചോ, ഞങ്ങൾക്ക് 9324 മദ്രസകളുണ്ട്. ധൈര്യമുണ്ടോ പറയാൻ? നിങ്ങൾക്ക് എത്ര മദ്രസകളുണ്ട് എന്ന് ധൈര്യമുണ്ടോ? അക്കാര്യം പറയാൻ ധൈര്യമുണ്ടോ? അവർക്ക് കഴിയില്ല. എന്നാലോ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറമെ പിടിച്ചോ, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, പോണ്ടിച്ചേരി, അന്തമാൻ, മലേഷ്യ, ലക്ഷദ്വീപ്, UAE, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെല്ലാം സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സ്ഥാപനങ്ങളുണ്ട്, മദ്രസയുണ്ട്. മദ്രസ മാത്രമല്ല കേടത്രമാർക്കാവി ചോദിക്കുന്നുണ്ട്. ഇവർക്ക് വേറെ ഒരു പണിയില്ല. നമുക്കെന്താ പണി? APയെ കുറ്റം പറയും, അവരെ എതിർക്കല് മാത്രം. നിങ്ങളെതിർക്കാൻ ഞങ്ങളെപ്പോലത്തെ 4-5 പേരില് പോലെ. അതിനെന്തിനാണ് നിങ്ങളെതിർക്കാൻ ആലിമീങ്ങൾ വേണോ? ഞങ്ങളുടെ ആലിമീങ്ങൾ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രഗത്ഭനായ നേതാവ് ഡോക്ടർ ബഹാദുദ്ദീൻ നദ്വി മഹാനവറുകളുടെ നേതൃത്വത്തിൽ ദാറുൽ ഹുദയിൽ നടത്തുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് പുറമെ ദാറുൽ ഹുദയുടെ നേതൃത്വത്തിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് എന്നറിയുമോ? എത്രയുണ്ട്? നിങ്ങൾ ബോംബെ എത്തുന്ന സമയത്ത് നിങ്ങളുടെ അന്വേഷണ സംഘത്തിന് അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. ഈ ജാലിയൻവാലയുടെ റൂമിടെയാണ് എന്ന് അറിയാതെ വല്ലാതെ പ്രയാസപ്പെടേണ്ടതില്ലേ? ഞങ്ങൾക്ക് അവിടെ ദാറുൽ ഹുദയുടെ കീഴിൽ ഇസ്ലാമിന്റെ സ്ഥാപനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അന്വേഷിച്ച് പെട്ടെന്ന് ആ അന്വേഷണം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും സമസ്ത കുണത്തോടെ കീഴടങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ്, ദാറുസ്സലാം നന്ദി, അതുപോലെ കലമേൽ റഹ്മാനിയ, ഇങ്ങനെ തുടങ്ങി വളാഞ്ചേരി മർക്കടക്കം ഒരുപാട് സ്ഥാപനങ്ങളിൽ ആ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജാമിഅയുടെ ജൂനിയർ കോളേജായി, വാഫി കോളേജുകളായി, അതുപോലെ തന്നെ മറ്റു പല രീതിയിലും മടവൂർ CM മക്കാമിലുള്ള കോളേജ് അടക്കമുള്ള ഒരുപാട് കോളേജുകൾ ആ രീതിയിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ. ഈ സംഭാഷണിക്കുന്ന ഏതെങ്കിലും വിഘടിത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആദ്യം BP ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. BP കൂടി ഒഴിഞ്ഞു വീണ് മരിച്ചിട്ട് നാളെ SSFകാരന്റെ മേത്ത് കുതിര കയറാൻ വരണ്ട എന്നതാണ്. കാരണം ഇവിടെ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പച്ചക്കള്ളം പറഞ്ഞു, ഹദീസുകൾ ഓതി, ആയത്തുകൾ ഓതി, അള്ളാഹുവിന്റെ ഹബീബിനെ വെറുതെ നടുറോട്ടിന്റെ മുമ്പിലേക്ക് വലിച്ചു വെച്ച് സമുദായത്തിന്റെ മുമ്പിലേക്ക് അപമാനമുണ്ടാക്കി ചില ആളുകൾക്ക് മുമ്പിലേക്ക് ഇവർ ചില പുറാത്തനാടകങ്ങൾ ഇവിടെ കടത്തുകയുണ്ടായി. ഒന്നരായ ഉസ്താദ്മാരുള്ളതുകൊണ്ട് ചില പദപ്രയോഗങ്ങൾ ഒരുപക്ഷെ കൂടിയേക്കാം, അത് ഞാൻ ഭയപ്പെടുകയാണ്. പക്ഷെ ഒന്നാലോചിക്കണം, ഇവരുടെ പ്രസംഗം കേട്ടാത്തോളും നമീമത്തിന്റെ ആയത്തിറങ്ങിയത് നവംബർ 4-ാം തീയതിയാണ്. ഇവരെ എവിടുന്നങ്ങോട്ട് കടന്നു വന്നത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേരിൽ ചില ആളുകൾ ഇതുപോലെ തോന്നിവാസം കഴിയുമ്പോൾ പിന്നെ ഈമാനുള്ള ആളുകൾക്ക് കൈവിട്ട് നോക്കിനിട്ടാൽ സാധിക്കുമോ? അത് സാധ്യമല്ല എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്? ഈ പ്രവർത്തനങ്ങൾ കേൾക്കുമ്പോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കാണുമ്പോ ചില ആളുകളെങ്കിലും ഇപ്പോഴും ഈ സദസ്സിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് മുഖങ്ങൾ കഴിഞ്ഞ 4-ാം തീയതി അവർക്ക് മറുപടി തൃപ്തരാകാത്തതിന്റെ പേരിൽ ഈ സദസ്സിൽ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുഖങ്ങൾ ഞങ്ങൾ കാണുന്നു.
അവരുടെ മുമ്പിലേക്ക് ഒരു കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഇസ്ലാം ശരീഅത്ത് ചില തത്വങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും സുപ്രധാനമായത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും വിശ്വാസത്തെ പ്രകടമാക്കിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് അവതരിപ്പിച്ച് കപട വിശ്വാസം മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയതായ ആളുകൾ വിശുദ്ധ ഖുർആൻ അവർ പരിചയപ്പെടുത്തിയില്ലേ? വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വയഖൂലൂ തസ്മഉ ലിഖൗലിഹിം കഅന്നഹും ഖുശുബുൻ മുസന്നദ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം ഹുമുൽ അദു ഫഹ്ദർഹും ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ. നിങ്ങൾ അവരെ കണ്ടാൽ അവരുടെ ശരീരങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വയഖൂലൂ തസ്മഉ ലിഖൗലിഹിം, അവരെ കേട്ടാലോ അവർക്ക് നിങ്ങൾ ചെവി കൊടുത്തിരുന്നു പോകും. കാരണം അതുപോലെ ആയത്ത് അവരോടുന്നതാണ്, അതുപോലെ തന്നെ ഹദീസ് അവർ ചെല്ലുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെയുള്ള ജനവിഭാഗത്തിനെ കുറിച്ച് കൊണ്ട് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് താടി കണ്ടുകൊണ്ട് തലപ്പാവ് കണ്ടുകൊണ്ട് മുസ്ലിം പണ്ഡിത വേഷധാരികളെ കണ്ടുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ആഖിറ സമാനിൽ ചില ആളുകൾ കടന്നു വരുമെന്ന് പ്രവാചകർ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. യഖ്റുജു മിൻ ഖൗമിൻ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിഹിം യംറഊന മിനൽ ഇസ്ലാം മുറൂഖ അസ്സഹ്മി മിനർ റംയ. ബഹുമാനപ്പെട്ടവരെ മനസ്സിലാക്കുക, ഇസ്ലാമിക സമാജത്തിനെതിരെ ആദ്യമായി കൊണ്ട് കടന്നു വന്നതായ ജനവിഭാഗത്തിനെതിരെ ഇസ്ലാം ശരീഅത്ത് വ്യക്തമാക്കിയതായ തത്വസംഹിതയാണത്. അതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്ന്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി ആളുകൾ നമ്മൾക്കിടയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ടവന്റെ വിശ്വാസം സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതേ സമസ്ത ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഇയാൾ സമസ്തയിലേക്ക് കടന്നു വന്നപ്പോ എന്തിനെതിർത്തു എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് അയാൾ സമസ്തയിലേക്ക് പെർമിഷൻ കൊടുത്തത് എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ മക്കളെ എത്രാമത് വയസ്സാക്കി എത്തിച്ച് ഇവരൊന്ന് പറയും. നിങ്ങൾ ആൾക്കാർ കളിക്കല്ലോ, നാട്ടിലേക്ക് പറ്റില്ല, ഉത്സാഹത്തിന് പറ്റും. എന്താ പറയാൻ പാടില്ല, എന്താ അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം. കൊണ്ട് മാന്യമായ രീതിയിൽ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത വകയിലൊരു അഭിനന്ദനം. ഇനി അതിന് പിന്നിൽ എന്തെങ്കിലും കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളത് പിൻവയ്ക്കില്ല. ഞങ്ങളിങ്ങനെ ബാക്കിൽ നിങ്ങളെന്താ കാറ്റുന്നത് നോക്കിയിട്ട് അതിന് കഴിയുമെന്ന് SASS തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അഭിവൃദ്ധി കൊടുത്ത വകയിൽ ഞങ്ങൾ പൂർണ്ണമായും ഗവൺമെന്റിന് നന്ദി രേഖപ്പെടുത്തുന്നു. അത് നല്ലൊരു നീക്കമായി, പ്രഥമ നീക്കമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ എന്നേ കാര്യമായിട്ടുള്ള മന്ത്രി